ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറിയാണ്. നാളികേര പാലൊക്കെ ഒഴിച്ചിട്ടും മുളക് ചാറും നാളികേര പാലും അങ്ങനെ മിക്സായിട്ട് വെക്കണ ഒരു ചെമ്മീൻ കറിയാണ്. നല്ല ടേസ്റ്റാട്ടോ. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പം ഞാനിവിടെ 1 കിലോ ചെമ്മീൻ്റെ അളവാണ് കേട്ടോ പറയണത്. നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പം നമുക്ക് ചെമ്മീൻ കറി വെക്കാൻ തുടങ്ങിയാലോ. അപ്പം ഞാനതിനായിട്ട് മൺചട്ടിയിലാണ് കേട്ടോ ചെയ്യണത്. മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അപ്പം നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ആദ്യം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ പെരിഞ്ജീരകം കേട്ടോ, പെരിഞ്ജീരകമാണ് ഇടുന്നത്. സാധാ ജീരകമല്ല, പെരിഞ്ജീരകമാണ്. തെറ്റണ്ട കേട്ടോ. അത് ഇട്ട് കൊടുക്കേണ്ട ഒരു 1/2 ടീസ്പൂൺ. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനിവിടെ സവാളയും ഉള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് രണ്ടും കൂടി എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് സവാളയും പിന്നെ ഉള്ളിയും കൂടിയിട്ട് വേണമെങ്കിൽ ഉള്ളി മാത്രം ഇടാം, അല്ലെങ്കിൽ പിന്നെ സവാള മാത്രം ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഉള്ളി കഴിയത് ഇടുക നല്ലത്, നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളി മാത്രമായാലും കുറച്ചും കൂടി ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ ഇപ്പം ഞാൻ സവാളയും ഉള്ളിയും കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. സവാള ഞാനിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്ത് പിന്നെ സൈഡ് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കി, സവാളയും ഉള്ളിയും ഒരേ ഒരു ഇതിൽ അളവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി അധികം ആവണ്ട കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം കേട്ടോ. നന്നായി ഒന്ന് മൂക്കണം. ഗ്യാസ് ഒന്ന് ഞാൻ കൂടേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പ് പൊടി ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ഇടുക. ഞാൻ പൊതുവെ എപ്പോഴും കല്ലുപ്പാണ് യൂസ് ചെയ്യാറ് കേട്ടോ. നമുക്കിതിലേക്ക് നാളികേരം പിഴിഞ്ഞെടുക്കണം. അപ്പം നാളികേരം ഒന്ന് ചെരുകിയിട്ട് വരട്ടെ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യണം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല എരിവുള്ളതാണെങ്കിൽ പിന്നെ ഒരു 2 എണ്ണം അങ്ങനെ ആഡ് ചെയ്താൽ മതി. ഇതൊക്കെ മൂത്തുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി തീ സിം ചെയ്തതിന് ശേഷം ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു തിരിയും കൂടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, സാധാ മുളക് പൊടിയാട്ടോ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1.5 ടീസ്പൂണാണ്. ഒക്കെ ടീസ്പൂൺ കണക്കാണ്, ടേബിൾ സ്പൂൺ അല്ല. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കണം കേട്ടോ. നമ്മുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ കറിക്ക് നല്ല കളറ് കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി പച്ചക്കുത്ത് പോകണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യണേ. ചെറുതാണെങ്കിൽ 2 എണ്ണം, ഇത് വലുതായ കാരണം 1 ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഞാനിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരണം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം കേട്ടോ, കോൽപ്പുളിയുടെ വെള്ളമാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്.
ഇപ്പം നമ്മുടെ ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പുളി നന്നായി തിളയ്ക്കണം കേട്ടോ. അതിന് ശേഷം വേണം മീൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നന്നായി തിളച്ചപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ തല എടുക്കാറുണ്ട്. തല ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പം നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാളികേര പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ തൻപാൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെമ്മീനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ട് നന്നായി തിളയ്ക്കണം കേട്ടോ. തിളച്ച വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിയണം. പിന്നെ അതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പുളി ഉണ്ടല്ലോ, പുളിയുടെ കുത്ത് പോയിട്ടാണ് നമ്മൾ ഒഴിച്ചെന്നാലും ആ പുളിയും പിന്നെ നല്ല വേവുണ്ടല്ലോ ചെമ്മീൻ. അപ്പം നന്നായി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് ചെമ്മീനൊക്കെ നന്നായി വെന്തുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തൻപാലും, ഞാൻ ആദ്യത്തെ പാൽ ഇങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുത്ത പാലാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാസ് സിം ചെയ്തിട്ട് വേണം കേട്ടോ തൻപാൽ എപ്പോഴും ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൻപാൽ വെച്ചിട്ട് അധികം തിളയ്ക്കാൻ പാടില്ല, അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. എന്നാലും ഞാൻ പറഞ്ഞൊന്നും മാത്രം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട. അതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബബിൾസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. പുളി കുറവുണ്ടെങ്കിൽ പിന്നെ ഇത്തിരി തിളപ്പിച്ച് വേറെ ഒഴിക്കാൻ നല്ലത്. നമ്മൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഏകദേശം പുളി ഉണ്ടോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ പുളി കുറവുണ്ടെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പുളി എന്തായാലും നന്നായി തിളച്ച് വരണം കേട്ടോ, അല്ലെങ്കിൽ പുളിയുടെ കുത്തു വരും. പിന്നെ ഉപ്പുണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല എരിവ്, ഈ കറിക്ക് നല്ല എരിവ് വേണം. അതായത് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ എനിക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഈ നാളികേരപ്പാൽ ഒഴിച്ച് വെക്കുന്നതും പിന്നെ എന്താ പറയുക, ചെമ്മീനാകുമ്പോൾ നല്ല എരിവ് വേണം. ഇനി ഇതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ നമുക്ക്. അപ്പം നമ്മൾ കാച്ചിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഉള്ളിയും കറിവേപ്പില മാത്രമേ, പിന്നെ ലാസ്റ്റ് കുറച്ച് ഒരു മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിക്ക് നല്ല ഒരു മണവും ഒരു നല്ല കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ടാണ്. അപ്പം നമ്മുടെ ചെമ്മീൻ കൂട്ടാനൊക്കെ അവിടെ റെഡി ആയിട്ട് നല്ല മണമുണ്ട് കേട്ടോ. നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ ഇളക്കണമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം അടിപൊളി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും വെക്കണ രീതിയിലല്ലാണ്ട് വെച്ച ഒരു രീതിയാണ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി ഇതിങ്ങനെ വെച്ചപ്പോൾ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.